ബുഡാപെസ്റ്റിലെ മ്യൂസിയം. ദാനൂബ് നദിയുടെ തീരത്താണ്. ദാനൂബിൻ്റെ തീരത്ത് മറ്റൊരു ഇതാണ്, ഹോട്ടലാണ് കാണുന്നത്. ഹോട്ടൽ ഗല്ലറ്റ്. ഗല്ലറ്റ് ഹോട്ടലിൻ്റെ മറ്റൊരു വശമാണ് ഈ കാണുന്നത്. നാട്ടിലെ പോലെ കുരിശ് കൃഷിക്കാർ മലയുടെ മുകളിലൊക്കെ കുരിശും കാട്ടിയിട്ടുണ്ട്. ഈ മലയുടെ കളർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാപ്പിൾ മരത്തിൻ്റെ കളറാണ്. പല കളറുകൾ, മഞ്ഞ കളറുണ്ടാവും, പിന്നെ അതിൽ ചെറിയ തവിട്ടുണ്ടാവും, പിന്നെ ഒരു ക്രീം കളറുണ്ടാവും. അങ്ങനെയാണ്. ദാനൂബ് നദിയുടെ കുറുകെയുള്ള പാലങ്ങളൊക്കെ അതിസുന്ദരമാണ്, ഓരോന്നും വ്യത്യസ്തമാണ്. ശരിക്കും പറഞ്ഞാൽ ബുദാപെസ്റ്റിനെ ബന്ധിക്കുന്ന ഓരോ പാലങ്ങളും വ്യത്യസ്തമാണ്. ബുദാപെസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കിഴക്ക് വശം അപ്പുറത്ത് കാണുന്നതാണ് പെസ്റ്റ്. അതുകൊണ്ട് ഈ പാലം വേറെ വ്യത്യസ്തമാണ്. ഇപ്പുറത്തെ കരക്ക്, കിഴക്കേ കരക്കാണ് ബൂദ എന്ന് പറയുക. ബുഡാപെസ്റ്റ് എന്ന് നമ്മൾ പറയുമെങ്കിലും ബുഡാപെസ്റ്റിൻ്റെ ശരിക്കുള്ള പേര് ബൂദാപെസ്റ്റ് എന്നാണ്. എസ്സിനെ ഒരു ഷായായിട്ടാണ് ഉപയോഗിക്കുന്നത്, ബൂദാപെസ്റ്റ്. നമ്മുടെ തിരുവനന്തപുരത്തുകാർ ഫസ്റ്റ് ക്ലാസ് എന്നാണല്ലോ പറയാറ്. അതുപോലെ നമ്മുടെ പ്രേം നസീർ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മുപ്പത് നമുക്ക് തിരുത്തി തന്നേനായിരുന്നു. അബ്ബയുടെ മകൻ ഫസ്റ്റ് ക്ലാസ് വാങ്ങി പാസ്സായിരിക്കുന്നു. ബുഡാപെസ്റ്റ് അല്ല ബണ്ടിപ്പണ്ടേ, ബൂദാപെസ്റ്റ്. ദാനൂബ് യൂറോപ്പിലെ രണ്ടാമത്തെ വലിയ നദിയാണ്. ഒന്നാമത്തെ നദി എന്ന് പറയുന്നത് വോൾഗയാണ്. പക്ഷേ വോൾഗ റഷ്യയുടെ മാത്രം നദിയാണ്, റഷ്യയിലൂടെ മാത്രം ഒഴുകുന്നത്. ദാനൂബ് പക്ഷെ അതുപോലെയല്ല. ദാനൂബ് ജർമ്മനിയിൽ നിന്ന് തുടങ്ങി ഓസ്ട്രിയ, മറ്റേ ചെച്ചിയ, അങ്ങനെ ഈ ഹംഗറി, അതിങ്ങനെ ഹംഗറി, ക്രൊയേഷ്യ, ബൾഗേറിയൊക്കെ വഴി പോയി കരിങ്കടലിൽ പോയി ചേരും ദാനൂബ്. വോൾഗ കാസ്പിയനിലേക്ക് പോയി ചേരും. ലോകത്തെ 10 നദികളിൽ, നീളം കൂടിയ നദികളിൽ ഈ പറഞ്ഞ യൂറോപ്യൻ നദികളില്ല. നൈലും ആമസോണൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഒന്നുമല്ല. എന്നാൽ തന്നെ സുന്ദരമായ നദികളാണ്. ദാനൂബിൻ്റെ ഓരം പറ്റി നിൽക്കുന്ന ആ ഗംഭീര സൗധത്തിൻ്റെ കഥ നാളെ പറയാം.